ഹായ് 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 ഷെവിൻ സാറാണ്. അപ്പോൾ ഇന്ന് മാഷ് എത്തിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം നമ്മുടെ ആനുവൽ എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ആനുവൽ എക്സാമിന് നല്ല മാർക്ക് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സ്കോർ ചെയ്യേണ്ടതുണ്ട് അല്ലേ. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന, അതായത് ഒരു ചാപ്റ്റർ മുഴുവൻ എക്സാമിന് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ ഒരൊറ്റ വീഡിയോയിൽ കിട്ടാൻ വേണ്ടി പോവാണ്. നമ്മൾ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ് അല്ലെ, പുതിയ സംഖ്യകൾ എന്നുള്ള പാട്ടിനുള്ള എല്ലാ ചോദ്യവും അതിൽ നിന്നുള്ള മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരൊറ്റ വീഡിയോയിൽ ലഭിക്കാൻ വേണ്ടി പോവാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ആ പാഠത്തിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാം. അപ്പോൾ അതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് അടിക്കാനും ഈ കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലുള്ള എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ കൊടുക്കാനും വിട്ടുപോകരുത്. നിങ്ങൾ എത്രത്തോളം ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്നു അതിന് ആ സപ്പോർട്ടിനനുസരിച്ച് മാഷ് കൂടുതൽ ഇതുപോലെ എക്സാമിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ വളരെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് മാഷ് ചെയ്യാൻ, കാരണം എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ സ്കോർ ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കില്ലേ നമ്മൾ. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന വീഡിയോ ആട്ടോ അത്. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ ചോദ്യങ്ങൾക്കൊക്കെ എങ്ങനെ ഉത്തരം ചെയ്താ? ഏറ്റവും ആദ്യം മാഷ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ 5 എന്നുള്ള നമ്പറും ഉണ്ട്, അതുപോലെ 6 എന്നുള്ള നമ്പറും ഉണ്ട് അല്ലേ. ഏതൊക്കെ നമ്പറുകളാണുള്ളത്? 5 എന്നുള്ള നമ്പറും 6 എന്നുള്ള നമ്പറും. ഈ 5 എന്നുള്ള നമ്പറിന്റെ ചിഹ്നം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, പ്ലസ് ചിഹ്നമാണോ മൈനസ് ചിഹ്നമാണോ നമ്മൾ ഈ 5 എന്നുള്ള നമ്പറിനുള്ളത്? അതിന് മുമ്പിലുള്ള ചിഹ്നം നോക്കിയാൽ മതി. 5ന്റെ മുമ്പിലുള്ളത് മൈനസ് ആണ്, നെഗറ്റീവ് സിമ്പിൾ ആണ് അല്ലേ. അപ്പൊ എന്താണ്? -5 ആണിത്, -5 ആണ് ഇത്. അതുപോലെ 6 എന്നുള്ള നമ്പറിന് തൊട്ട് മുമ്പുള്ള ചിഹ്നം എന്താണ്? പ്ലസ് ആണ്. അപ്പൊ ഇതെന്താണ്? +5 ആണ്. +6 ആണ് ഇത്. -5 + 6. ഇതിന് ഉത്തരം എന്താ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, എന്താണ്? 5 എന്നുള്ള നമ്പറും 6 എന്നുള്ള നമ്പറാണ് ഇവിടെ ഉള്ളത്. 5ന്റെ ചിഹ്നം എന്താണ്? മൈനസ് ആണ്. അതുപോലെ 6ന്റെ ചിഹ്നം എന്താണ്? പ്ലസ് ആണ്. ഇവിടെ ചിഹ്നങ്ങൾ എന്താണ്? ഡിഫറെന്റ് ആണ്. ഒന്നിന്റെ ചിഹ്നം മൈനസും ഒന്നിന്റെ ചിഹ്നം പ്ലസും ഒരേ ചിഹ്നങ്ങളല്ല. ഒന്നിൻ്റെത് മൈനസ് ആണ്, മറ്റതിൻ്റെത് പ്ലസ് ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താം? സിമ്പിൾ ആണ്. ഇതിൽ 5 എന്നുള്ള നമ്പർ ആണോ 6 എന്നുള്ള നമ്പർ ആണോ വലുത്? 5 ആണോ 6 ആണോ വലുത്? 6 ആണ് വലുത്. വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന് ചിഹ്നം ഇട്ട് കൊടുത്താൽ ഉത്തരായി. അപ്പൊ വേറെ വേറെ ചിഹ്നങ്ങളാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് പലർക്കും അറിയാം. അപ്പൊ 5 എന്നുള്ള നമ്പർ ആണോ 6 എന്നുള്ള നമ്പർ ആണോ വലുത്? 6 എന്നുള്ള നമ്പർ ആണ്. 5 6നേക്കാൾ ചെറുതാണ്. അപ്പൊ 6ന്ന് 5 കുറയ്ക്കുക, വലുതിന്ന് ചെറുത് കുറയ്ക്കുക. 6ന്ന് 5 കുറച്ചാൽ എന്താ? 6ന്ന് 5 കുറച്ചാൽ എന്താ ഉത്തരം കിട്ടുക? 1 ഉത്തരം കിട്ടുക. 1 ഉത്തരം കിട്ടി. ഈ ഉത്തരം -1 ആണോ അല്ലെങ്കിൽ +1 ആണോ ഉത്തരമായിട്ട് വരിക? വലുതിന്റെ ചിഹ്നം എന്താണ്? 6ന്റെ ചിഹ്നം പ്ലസ് ആണ്. അപ്പോൾ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് എന്തിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കേണ്ടത്? വലിയ നമ്പറിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൽ വലിയ നമ്പർ 6 ആണ്, 6ന്റെ ചിഹ്നം പ്ലസ് ആണ്. അപ്പോൾ ഉത്തരത്തിന്റെ ചിഹ്നം എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം നമുക്കറിയാം, ഉത്തരത്തിന് മൈനസ് സിമ്പിൾ ആണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. പ്ലസ് ചിഹ്നം ആണെങ്കിൽ എന്താ? ഏതൊരു നമ്പർ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അതിനെന്ത് ഇട്ട് കൊടുക്കേണ്ടതില്ല. അതിന് മുമ്പിൽ പ്ലസ് സിമ്പിൾ ആണെങ്കിൽ പ്ലസ് സിമ്പിൾ ഇട്ട് കൊടുക്കേണ്ടതില്ല. അപ്പോൾ എന്താണ്? +1 ആണ് ഉത്തരമായിട്ട് വരിക. 1 മാഷ് അവിടെ എഴുതി. ഇനി ഈ ചോദ്യത്തിന് ഉത്തരം നോക്കിക്കേ. ഇവിടെ എന്താണ്? -3 + 9. ഇതിന്റെ ഈ ഉത്തരം നമ്മൾ കാണണം. ചിഹ്നങ്ങൾ എന്തൊക്കെയാണ്? 3 എന്നുള്ള നമ്പറും 9 എന്നുള്ള നമ്പറാണ് ഇവിടെ ഉള്ളത്. 3ന്റെ മുമ്പിലുള്ള ചിഹ്നം എന്താണ്? മൈനസ് ആണ്. അപ്പൊ 3ന്റെ ചിഹ്നം മൈനസ് ആണ്. അതുപോലെ 9ന്റെ മുമ്പിലുള്ള ചിഹ്നം പ്ലസ് ആണ്. അപ്പൊ 9ന്റെ ചിഹ്നം പ്ലസ് ആണ്. ഇവിടെ എന്താണ്? വേറെ വേറെ ചിഹ്നങ്ങളാ. മാഷ് നേരത്തെ പറഞ്ഞു, വേറെ വേറെ ചിഹ്നങ്ങളാണെങ്കിൽ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ 3 ആണോ 9 ആണോ വലിയ നമ്പർ? 9 ആണ് വലിയ നമ്പർ. 3നേക്കാൾ വലുതാണ് 9. അപ്പോൾ 9ന്ന് 3 കുറയ്ക്കുക, എന്നിട്ട് വലിയ നമ്പർ ആയിട്ടുള്ള 9ന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. 9ന്ന് 3 കുറച്ചാൽ ഉത്തരം കിട്ടുക 6 എന്ന് ഉത്തരം കിട്ടും. 6 എന്ന് ഉത്തരം കിട്ടും. ഈ ഉത്തരത്തിന് മുമ്പുള്ള ചിഹ്നം എന്തായിരിക്കും വരേണ്ടത്? മൈനസ് ആണോ പ്ലസ് ആണോ വരേണ്ടത്? വലുതിന്റെ ചിഹ്നം എന്താണ്? പ്ലസ് ആണ്. അപ്പൊ ഉത്തരത്തിന് മുമ്പിലും പ്ലസ് സിമ്പിളാ വരേണ്ടത്. നമുക്കറിയാം എന്താണ്? ഏതൊരു നമ്പർ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ എന്താ അതിന് മുമ്പിൽ പ്ലസ് ചിഹ്നം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തി. ഇവിടെയും വേറെ വേറെ ചിഹ്നങ്ങളാണ്. എന്താണ്? -6 + 5 ആണ്. ഏതൊക്കെ നമ്പറുകൾ ഇവിടെ ഉള്ളത്? 6ഉം 5ഉം ആണ് ഇവിടെ ഉള്ളത്. ഈ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ്? 6ന്റെ ചിഹ്നം മൈനസും 5ന്റെ ചിഹ്നം 5ന് മുമ്പുള്ള ചിഹ്നം എന്താണ്? പ്ലസ് ആണ്. അപ്പൊ 5ന്റെ ചിഹ്നം
പ്ലസ് ആണ്. ഇവിടെ എന്താണ് വേറെ വേറെ ചിഹ്നങ്ങളാ. നമുക്കറിയാം വേറെ വേറെ ചിഹ്നങ്ങൾ വരുന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ 6 എന്നുള്ള നമ്പറും 5 എന്നുള്ള നമ്പറും അവിടെ ഉള്ളത്. അപ്പോൾ 6ന്ന് 5 കുറച്ചിട്ട് 6ന്റെ ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി വേറെ വേറെ ചിഹ്നങ്ങൾ വന്നാൽ അല്ലേ. അപ്പോൾ വലിയ നമ്പർ 6ആണ് 5നേക്കാൾ. അപ്പോൾ 6ന്ന് 5 കുറച്ചാൽ എന്താ ഉത്തരം കിട്ടുക? 6ന്ന് 5 കുറച്ചാൽ 1 ഉത്തരം നമുക്കറിയാം. പക്ഷെ ഇവിടെ വരുന്ന ഉത്തരം -1 ആണോ അല്ലെങ്കിൽ +1 ആണോ വരിക? മൈനസ് ആണോ പ്ലസ് ആണോ ഇവിടെ വരുന്ന ഉത്തരത്തിന് ഇട്ട് കൊടുക്കേണ്ടത്? ഇവിടെ നോക്കണേ, വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം എന്ന് മാഷ് പറഞ്ഞു. വലിയ നമ്പർ ഏതാ അവിടെ? 6 5 വലുത്? 5നേക്കാൾ വലുത് 6 ആണ് ഇവിടെ വലുത്. 6ന്റെ ചിഹ്നം എന്താണ്? 6ന് മുമ്പുള്ള ചിഹ്നം മൈനസ് ആണ്. അപ്പൊ 6ന്റെ ചിഹ്നം മൈനസ് ആണ്. വലുതിന്റെ ചിഹ്നം എന്താണ്? അപ്പൊ ഇവിടെ മൈനസ് ആണ്. അപ്പൊ ഉത്തരം എന്താണ്? -1 ആണ് ഉത്തരം. നേരത്തെ വന്ന ഉത്തരം 1 ആണെങ്കിൽ, നേരത്തെ വലിയ നമ്പർ 6 തന്നെ ആയിരുന്നു, പക്ഷെ 6ന്റെ ചിഹ്നം പ്ലസ് ആയിരുന്നു. ഇവിടെ എന്താണ്? 6ന്റെ ചിഹ്നം മൈനസ് ആണ്. വലിയ നമ്പറിന്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പൊ ഉത്തരം എന്താണ്? -1 ആണ് വരിക. അതുപോലെ ഇതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തി ഇങ്ങനെ കാണുക. -9 + 3. 9ന്റെ ചിഹ്നം 9 എന്നുള്ള നമ്പറും 3 എന്നുള്ള നമ്പറും അവിടെ ഉള്ളത്. 9ന്റെ ചിഹ്നം 9ന് മുമ്പിൽ മൈനസ് സിമ്പിളാണ്. 9ന് മുമ്പിൽ മൈനസ് ചിഹ്നമാണ്. 3ന്റെ മുമ്പുള്ള ചിഹ്നം ഏതാണ്? പ്ലസ് ആണ്. 3ന് മുമ്പുള്ള ചിഹ്നം പ്ലസ് ആണ്. ഇവിടെ എന്താണ്? വേറെ വേറെ ചിഹ്നങ്ങളാ. വേറെ വേറെ ചിഹ്നങ്ങൾ വന്നാൽ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുക? ആ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കണം. 9 എന്നുള്ള നമ്പറും 3 എന്നുള്ള നമ്പർ അവിടെ ഉള്ളത്. 9ന്ന് 3 കുറയ്ക്കുക, എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് എടുക്കുക. 9ന്ന് 3 കുറച്ചാൽ എന്താ ഉത്തരം കിട്ടുക? 6 എന്ന് കിട്ടും. പക്ഷെ ഈ ഉത്തരം കിട്ടിയ 6ന്റെ മുമ്പിൽ ചിഹ്നം പ്ലസ് ആണോ മൈനസ് ആണോ? അവിടെയാണ് പലർക്കും തെറ്റുക. ഈ 6ന് ഏത് ചിഹ്നം ഇട്ട് കൊടുക്കേണ്ടത്? വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ 9 എന്നുള്ള നമ്പറും 3 എന്നുള്ള നമ്പർ ഉള്ളത്. 9 ആണ് 3 ആണോ വലുത്? 9 ആണ്. 9ന്റെ ചിഹ്നം എന്താണ്? 9ന് മുമ്പുള്ള ചിഹ്നം മൈനസ് ആണ്. 9ന്റെ ചിഹ്നം മൈനസ് ആണ്. വലുതിന്റെ ചിഹ്നം മൈനസ് ആകുന്നുണ്ട്. ഉത്തരത്തിന് എന്താ? മൈനസ് ഇട്ട് കൊടുക്കണം. -6 ആണ് ഉത്തരം. നേരത്തെ വന്ന ഉത്തരം എന്താണ്? +6 ആണ്. ഇവിടെ വന്ന ഉത്തരം എന്താണ്? -6 ആണ്. പ്ലസ് സിമ്പിള് നമ്മൾ മുമ്പിൽ വന്നാൽ ഇട്ട് കൊടുക്കാറില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇനി ഇതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടേ. ഇതിന് ഉത്തരം എങ്ങനെ കാണാം? 6 - 5. 6ന്ന് 5 കുറയ്ക്കുക, പെട്ടെന്ന് ഉത്തരം കിട്ടും അല്ലേ. അങ്ങനെ ആദ്യം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 5ന്റെ ചിഹ്നം എന്താണ്? 5ന്റെ മുമ്പിലുള്ള ചിഹ്നം മൈനസ് ആണ്. അപ്പൊ 5ന്റെ ചിഹ്നം മൈനസ്. അങ്ങനെയാണെങ്കിൽ ഈ 6ന്റെ ചിഹ്നം എന്താണ്? 6ന്റെ ചിഹ്നം എന്താണ്? ആദ്യത്തെ നമ്പറിന് എന്താണ്? ചിഹ്നം ഇട്ട് കൊടുത്തിട്ടില്ല. എന്തായിരിക്കും ചിഹ്നം? ആദ്യത്തെ നമ്പറിന് ചിഹ്നം ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതിന് മുമ്പിൽ പ്ലസ് സിമ്പൽ ഉണ്ട് എന്നാണ്. പ്ലസ് ആദ്യത്തെ നമ്പറിന് വന്നാൽ നമ്മൾ ഇട്ട് കൊടുക്കാറില്ല. ഇവിടെ എന്താണ്? മൈനസ് ആണ് ആദ്യത്തെ നമ്പറിന് വന്നത്, അപ്പൊ മൈനസ് ഇട്ട് കൊടുത്തു. ഇനി പ്ലസ് വന്നാൽ എന്താണ്? നമ്മൾ ഇട്ട് കൊടുക്കൂല, ഒരു ചിഹ്നം ഇട്ട് കൊടുക്കില്ല. ഒരു ചിഹ്നം ഇട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ അർത്ഥം എന്താണ്? ശരിക്കും അതിന് മുമ്പിൽ പ്ലസ് ചിഹ്നം ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ എന്താ ഇതിന്റെ ചിഹ്നം എന്താണ്? ഇത് +6 ആണ്. ഇതിന്റെ മുമ്പിൽ എന്താ? പ്ലസ് സിമ്പിൾ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? നെഗറ്റീവും പ്ലസും. ഇവിടെ ഒരു മൈനസ് ചിഹ്നവും പ്ലസ് ചിഹ്നമാണ് വന്നത്. വേറെ വേറെ ചിഹ്നങ്ങളാണ് വന്നത്. അപ്പൊ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുക? വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിന് ചിഹ്നം ഇട്ട് കൊടുക്കുക. വേറെ വേറെ ചിഹ്നങ്ങൾ വന്നാൽ, പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ, വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാല് വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിന് ചിഹ്നം ഇട്ട് കൊടുക്കുക. ഇവിടെ എന്താ ചെയ്യേണ്ടത്? 5 ആണോ 6 ആണോ വലുത്? 6 ആണ്. 6ന്ന് 5 കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. 6ന്ന് 5 കുറച്ചാൽ 1 ആണ്. ഏതാ ചിഹ്നം? 3ന്. വലിയ നമ്പർ 6 ആണ്. 6ന്റെ ചിഹ്നം പ്ലസ് ആണ്. അപ്പൊ പ്ലസ് സിമ്പിൾ ആണ് വേണ്ടത്. ഇതിനകത്ത് നമുക്ക് വളരെ പെട്ടെന്ന് അല്ലാതെയും കാണാം അല്ലെ. 6ന്ന് 5 കുറച്ചാൽ 1 ആണ്. ആർക്കും അറിയാത്തില്ല. അതുപോലെ 9ന്ന് 3 കുറച്ചാൽ എന്താ ഉത്തരം വരിക? ഇവിടെ എന്താണ്? 3ന്റെ ചിഹ്നം മൈനസ്, 9ന്റെ മുമ്പിൽ ചിഹ്നം ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പ്ലസ് ചിഹ്നം ഉണ്ടായിരിക്കും. പ്ലസ് ചിഹ്നം ഏറ്റവും ആദ്യത്തെ നമ്പറിന് വരുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാറില്ല അല്ലെ. 9ന്റെ ചിഹ്നം പ്ലസ് ആണ്. അപ്പോൾ 1ന്റെ ചിഹ്നം പ്ലസും 1ന്റെ ചിഹ്നം മൈനസും. വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാല് വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിന് ചിഹ്നം ഇട്ട് കൊടുക്കുക. 9ന്ന് 3 കുറച്ചാൽ 6. വലിയ നമ്പർ ഏതാ? 9 ആണോ 3 ആണോ? 9 ആണ്. 9ന്റെ ചിഹ്നം പ്ലസ് ആണ്. അപ്പൊ എന്താ? ഉത്തരത്തിന് പ്ലസ് സിമ്പിൾ ഇട്ട് കൊടുക്കണം. പ്ലസ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാറില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി ഇതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തി. ഇത് വേറെ രീതിയിലുള്ള കണക്കാ. ഇവിടെ എന്താണ്? ഏതൊക്കെ നമ്പറുകളാണുള്ളത്? 6 എന്നുള്ള നമ്പറും 5 എന്നുള്ള നമ്പറും ഉള്ളത്. ഈ 5ന്റെ ചിഹ്നം എന്താണ്? 5ന്റെ മുമ്പിലുള്ള ചിഹ്നം മൈനസ് ആണ്. അതുപോലെ ഈ 6ന്റെ ചിഹ്നം എന്താണ്? 6ന് മുമ്പുള്ള ചിഹ്നം മൈനസ് ആണ്. ഒരേ ചിഹ്നങ്ങൾ വന്നു അല്ലെ. ഇതിന്റെ ചിഹ്നവും മൈനസ്, ഇതിന്റെ ചിഹ്നവും മൈനസ്. ഇങ്ങനെ ഒരേ ചിഹ്നങ്ങൾ വന്നാൽ ഉത്തരം കാണാൻ വേണ്ടി എന്താ ചെയ്യാം? ഇത് വളരെ സിമ്പിളാ. ഒരേ ചിഹ്നങ്ങൾ വന്നാൽ ഉത്തരം കാണാൻ വേണ്ടിയിട്ട് ആ നമ്പറുകൾ തമ്മിൽ കൂട്ടുക, എന്നിട്ട് ഉത്തരത്തിനും ആ ചിഹ്നം തന്നെ ഇട്ട് കൊടുക്കുക. എന്താണ്? ഇവിടെ 6 എന്നുള്ള നമ്പറും 5 എന്നുള്ള നമ്പറും ഉള്ളത്. 6ഉം 5ഉം കൂട്ടുക. 6ഉം 5ഉം കൂട്ടിയാൽ എന്താ ഉത്തരം കിട്ടുക? 11 ഉത്തരം കിട്ടും. വെറും 11 ആണോ? അല്ല, -11 ആണ് ഉത്തരം. എന്തുകൊണ്ടാണ് ഉത്തരത്തിന് മുകളിൽ മൈനസ് സിമ്പിൾ ഇട്ട് കൊടുത്തത്?
ഇവിടെയുള്ള രണ്ട് നമ്പറിന്റെയും ചിഹ്നങ്ങൾ മൈനസ് ആണ്. അപ്പൊ ഒരേ ചിഹ്നങ്ങളുള്ള നമ്പറുകൾ വന്നാൽ ആ നമ്പറുകൾ തമ്മിൽ കൂട്ടുക, എന്നിട്ട് ഉത്തരത്തിനും ആ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഈ 5ന്റെയും 6ന്റെയും ചിഹ്നം മൈനസ് ആണ്, അപ്പൊ ഉത്തരത്തിന്റെയും ചിഹ്നം മൈനസ് ആയിരിക്കും. 5ഉം 6ഉം കൂട്ടിയാൽ 11. അപ്പൊ ഒരേ ചിഹ്നങ്ങൾ വന്നാൽ നമ്പറുകൾ തമ്മിൽ കൂട്ടുക, ഉത്തരത്തിനും ആ സിമ്പിൾ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഇവിടെ ഏതൊക്കെ നമ്പറുകളാണുള്ളത്? 9 എന്നുള്ള നമ്പറും 3 എന്നുള്ള നമ്പറും ഉണ്ട് അല്ലേ? 9ൽ നിന്ന് -9ൽ നിന്ന് 3 കുറയ്ക്കുകയാണ്. ഇതിന് ഉത്തരം എങ്ങനെ കിട്ടും? ഈ 3ന്റെ ചിഹ്നം എന്താണ്? 3ന് മുമ്പുള്ള ചിഹ്നം മൈനസ് ആണ്, അപ്പൊ 3ന്റെ ചിഹ്നം മൈനസ്. ഈ 9ന്റെ ചിഹ്നം എന്താണ്? 9ന്റെ മുമ്പുള്ള ചിഹ്നം മൈനസ് ആണ്, 9ന്റെയും ചിഹ്നം മൈനസ്. അപ്പൊ ഒരേ ചിഹ്നങ്ങളാണെന്ത് തന്ന രണ്ട് നമ്പറിനും. അപ്പൊ ഒരേ ചിഹ്നങ്ങൾ വന്നാൽ എന്തായിരിക്കും ഉത്തരം? നമ്പറുകൾ തമ്മിൽ കൂട്ടുക, ഉത്തരത്തിനും ആ ചിഹ്നം ഇട്ട് കൊടുക്കുക. 9ഉം 3ഉം കൂട്ടിയാൽ എന്താ? 12 എന്ന് കിട്ടും. വെറും 12 ഉത്തരം വരിക? അല്ല, -12 ഉത്തരം വരിക. കാരണം ഈ 9ന്റെയും ചിഹ്നം മൈനസ് ആണ്, 3ന്റെയും ചിഹ്നം മൈനസ് ആണ്, അപ്പൊ ഉത്തരത്തിന്റെ ചിഹ്നം എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പൊ ഒരേ ചിഹ്നങ്ങൾ വന്നാൽ നമ്പറുകൾ തമ്മിൽ കൂട്ടുക, ഉത്തരത്തിനും ആ ചിഹ്നം ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? 6 + 5. 6 തൊട്ട് 5 കൂട്ടുക. ഉത്തരം അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? പക്ഷെ ഇവിടെ ഉള്ള നമ്പറുകൾ സിമ്പിൾ നിങ്ങൾ പറഞ്ഞു. 5ന്റെ ചിഹ്നം എന്താണ്? 5ന് മുമ്പുള്ള ചിഹ്നം പ്ലസ് ആണ്, 5ന്റെ ചിഹ്നം പ്ലസ്. ഇനി 6ന് മുമ്പുള്ള ചിഹ്നം എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളൂ. എന്താണ്? മുമ്പിലുള്ള നമ്പറിന് മൈനസ് സിമ്പിൾ ആണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കും. ഇനി പ്ലസ് സിമ്പിൾ ആണെങ്കിൽ എന്താ? നമ്മൾ ഒന്നും ഇട്ട് കൊടുക്കൂല. അപ്പൊ ഇതിൽ ആദ്യത്തെ നമ്പർ 6 ആണ്. 6ന് എന്താണ്? ഒരു ചിഹ്നം ഇട്ട് കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? ശരിക്കും അതിന് മുമ്പിൽ പ്ലസ് ചിഹ്നം ഉണ്ട്. പ്ലസ് ചിഹ്നം ആണെങ്കിൽ ആദ്യത്തെ നമ്പർ നമ്മൾ ഇട്ട് കൊടുക്കാറില്ല. അപ്പൊ ഈ 6ന്റെ ചിഹ്നം എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. രണ്ടിനും ഒരേ ചിഹ്നം വന്നു. ഒരേ ചിഹ്നം വന്നാൽ ഉത്തരം എന്തായിരിക്കും? നമുക്കറിയാം. എന്താണ്? നമ്പറുകൾ തമ്മിൽ കൂട്ടുക, എന്നിട്ട് ആ ചിഹ്നം ഇട്ട് കൊടുക്കുക. 6ഉം 5ഉം കൂട്ടിയാൽ എന്താ? 11. ഈ 11ന്റെ ചിഹ്നം എന്തായിരിക്കും? ഈ നമ്പറുകളൊക്കെ ചിഹ്നം പ്ലസ് ആണ്, അപ്പൊ ഉത്തരത്തിനും ചിഹ്നം പ്ലസ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പ്ലസ് സിമ്പിൾ എന്താ? ഒരു നമ്പർ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അതിന് പ്ലസ് സിമ്പിൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ചിഹ്നം ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ശരിക്കും എന്താണ്? അതിന് മുമ്പിൽ പ്ലസ് ചിഹ്നം ഉണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെയും ചിഹ്നങ്ങൾ നിങ്ങൾ പറഞ്ഞേ. 3ന്റെ മുമ്പുള്ള ചിഹ്നം പ്ലസ് ആണ്, 3ന്റെ ചിഹ്നം പ്ലസ്. 9ന്റെ മുമ്പിൽ ചിഹ്നം ഇട്ട് കൊടുത്തിട്ടില്ല. ആദ്യത്തെ നമ്പറിന് ചിഹ്നം ഇട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ അതിന് പ്ലസ് ചിഹ്നം ആയിരിക്കും. അപ്പൊ 9ന്റെ ചിഹ്നവും പ്ലസ്. ചിഹ്നങ്ങൾ കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? ഒരേ ചിഹ്നങ്ങൾ വന്നാൽ മാഷ് പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? നമ്പറുകൾ തമ്മിൽ കൂട്ടുക, ഉത്തരത്തിനും ആ ചിഹ്നം ഇട്ട് കൊടുക്കുക. 9ഉം 3ഉം കൂട്ടിയാൽ എന്താണ്? 12. 12ന്റെ ചിഹ്നം എന്തായിരിക്കും? ഈ രണ്ട് നമ്പറിനും ചിഹ്നം പ്ലസ് ആണ്, അപ്പൊ ഉത്തരത്തിനും ആ ചിഹ്നം ആയിരിക്കും. ഏത് ചിഹ്നം? പ്ലസ്. അപ്പോൾ +12, അതായത് 12 ഉത്തരം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതോടുകൂടി നിങ്ങൾ ചാപ്റ്റർ മുഴുവൻ പഠിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടേ ഉള്ളൂ. വേറെ വേറെ ചിഹ്നങ്ങൾ വന്നാൽ ഉത്തരം എന്തായിരിക്കും? വലുതിന്ന് ചെറുത് കുറയ്ക്കുക, എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക അല്ലേ? വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഇനി ഒരേ ചിഹ്നങ്ങൾ വന്നാൽ ഉത്തരം കണ്ടുപിടിക്കേണ്ട എന്താ ചെയ്യുക? നമ്പറുകൾ തമ്മിൽ കൂട്ടുക, എന്നിട്ട് ആ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഒരേ ചിഹ്നങ്ങൾ വന്നാൽ നമ്പറുകൾ തമ്മിൽ കൂട്ടുക, എന്നിട്ട് ആ ചിഹ്നം ഇട്ട് കൊടുക്കുക. അതായിരിക്കും ഉത്തരം. സിമ്പിൾ അല്ലേ? അപ്പോൾ ചിഹ്നങ്ങൾ ഇട്ട് കൊടുക്കാനുള്ള കണ്ടീഷൻ കൂടി ഓർത്ത് വെക്കുക കേട്ടോ. അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മാഷ് വീണ്ടും വരും. നമുക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കാം. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.